ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ സലൂൺ. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക്മാജിക് വീഡിയോ അസിസ്റ്റ് 4Kയുടെ അൺബോക്സിങ്ങും റിവ്യൂവുമാണ്. ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലൊരു വെൽക്കം കിറ്റ് ഉണ്ട്. ബ്ലാക്ക്മാജിക് സോഫ്റ്റ്വെയർ ഇതിലുള്ള SD കാർഡിലാണ് ഉള്ളത്. ബ്ലാക്ക്മാജിക് വീഡിയോ അസിസ്റ്റ് 4K പവർ കണക്ഷനുള്ള അഡാപ്റ്റേഴ്സും പിൻസും എല്ലാം ഇതിലുണ്ട്. LPE6 ബാറ്ററിയും ഇതിൽ കണക്ട് ചെയ്ത് ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ബ്ലാക്ക്മാജിക് വീഡിയോ അസിസ്റ്റ് 4K ഒരു ബ്രൈറ്റ് 7-inch മോണിറ്ററും അതുപോലെ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി റെക്കോർഡറുമാണ്. ഏത് SDI HDMI ഔട്ട്പുട്ടുള്ള ക്യാമറയിൽ നിന്നും ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സാധാരണയായി നാം ഉപയോഗിക്കുന്ന DSLR ക്യാമറകളിലെല്ലാം ഇന്റേണൽ 4K റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും അത് കംപ്രസ് ഫോർമാറ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. ഇതിൽ ബഹുഭൂരിപക്ഷം ക്യാമറകളിലും 8-bit ആയിരിക്കും ഇന്റേണൽ റെക്കോർഡിംഗ്. 8-bit എന്ന് വെച്ചാൽ 256 കളേഴ്സാണ് അതിലുള്ളത്. ഈ ക്യാമറകളിലെല്ലാമുള്ള HDMI ഔട്ട്പുട്ട് വഴി 10-bit എക്സ്റ്റേണൽ റെക്കോർഡിംഗ് പോസിബിൾ ആണ്. അതിനായി ഒരു എക്സ്റ്റേണൽ റെക്കോർഡറായി വീഡിയോ അസിസ്റ്റ് ചൂസ് ചെയ്താൽ 10-bitൽ ഇമേജസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 8-bitൽ 256 കളേഴ്സാണ് ഉള്ളതെങ്കിൽ 10-bitൽ 1024 കളേഴ്സാണ് ഉള്ളത്. DSLR ക്യാമറകളുടെ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഫോർമാറ്റ്സ് ആയ .MP4, .H.264 എല്ലാം അപേക്ഷിച്ച് വീഡിയോ അസിസ്റ്റിൻ്റേത് വളരെയേറെ അഡ്വാൻസ്ഡ് ആൻഡ് ഫീച്ചർ റിച്ച് ആയ ഫോർമാറ്റ്സ് ആണ്. ഹൈ ക്വാളിറ്റി കൂടാതെ എല്ലാ നോൺ ലീനിയർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസുമായും ഫുൾ കോമ്പാക്റ്റബിലിറ്റി ഉള്ള ഫോർമാറ്റ്സുമാണ് ഇത്. പലപ്പോഴും DSLR ക്യാമറകളിൽ പുവർ ഓഡിയോ ക്വാളിറ്റിയാണ് റെക്കോർഡിംഗിൽ ലഭിക്കുക. DSLR ക്യാമറകൾക്ക് വളരെ മോശം മൈക്രോഫോൺസും സ്ഥിരതയില്ലാത്ത ഗെയിം കൺട്രോൾസുമുണ്ട്. ബ്ലാക്ക്മാജിക് വീഡിയോ അസിസ്റ്റ് 4Kയിൽ ഫാൻറ്റം പവറോടുകൂടി 2 അനലോഗ് ഓഡിയോ ഇൻപുട്ട്സ് ഉണ്ട്. ഈ ഡിവൈസിൻ്റേത് വളരെ ലോ നോയ്സ് ഹൈ ക്വാളിറ്റി HD ഓഡിയോ സർക്യൂട്ടാണ്. ഇൻ്റർവ്യൂസ് പോലെ ഓഡിയോ റെക്കോർഡിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക്മാജിക് വീഡിയോ അസിസ്റ്റ് 4K വളരെ ഹെൽപ്ഫുള്ളാണ്. കൂടാതെ DSLR ക്യാമറകളുടെ സ്ക്രീൻ സൈസ് വളരെ കുറവായതിനാൽ ഫോക്കസ് പോയിന്റ് പലപ്പോഴും കിട്ടാറില്ല. വീഡിയോ അസിസ്റ്റ് 4Kയുടെ 7-inch സ്ക്രീൻ പെർഫെക്റ്റ് ഫോക്കസ് പോയിന്റ് ജഡ്ജ്മെൻറ്റിന് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. വീഡിയോ അസിസ്റ്റ് 4Kയ്ക്ക് ഫോക്കസ് അസിസ്റ്റ് ഉണ്ട്. ഫോക്കസ് പീക്കിംഗ് അറിയുന്നതിന് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റിന് ഹിസ്റ്റോഗ്രാം വ്യൂ എനേബിൾ ചെയ്യാനും സാധിക്കും. റെക്കോർഡിങ്ങിനായി ഇതിൽ 2 SD കാർഡ് സ്ലോട്ട്സ് ആണ് ഉള്ളത്. റെക്കോർഡിങ്ങിനിടയിൽ ഒരു കാർഡ് ഫുള്ളായാൽ ഓട്ടോമാറ്റിക്കായി തന്നെ അടുത്ത കാർഡിലേക്ക് റെക്കോർഡിംഗ് കണ്ടിന്യൂ ചെയ്യും. അതിനാൽ റെക്കോർഡിങ്ങിനിടയിൽ തന്നെ ഉപയോഗമില്ലാത്ത കാർഡ് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ SDI HDMI ട്രിഗർ സപ്പോർട്ട് ചെയ്യും. അതിനാൽ വീഡിയോ അസിസ്റ്റ് 4Kയിൽ നിന്നോ ക്യാമറയിൽ നിന്നോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. 7-inch ബിഗ് സ്ക്രീനും പ്രൊഫഷണൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസും ഏത് തരത്തിലുള്ള പ്രോജക്ട്സിൻ്റെ മോണിറ്ററിങ്ങിനും നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക്മാജിക് ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ ഇൻറ്റേർണൽ റോ റെക്കോർഡിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ അസിസ്റ്റിനെ ഒരു സെക്കൻഡ് റെക്കോർഡറായി ഉപയോഗിക്കാം. മൈക്രോ സിനിമ ക്യാമറ പോലുള്ള കൊച്ചു വീഡിയോ ക്യാമറകളിൽ ഇതൊരു നല്ല റെക്കോർഡിംഗ് സൊല്യൂഷനാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ക്യാമറ പൊസിഷൻ ചെയ്യേണ്ടി വരുമ്പോൾ മോണിറ്ററിങ്ങിന് ഈ ഡിവൈസ് ഒരു വലിയ സപ്പോർട്ടാണ്. ഇത്രയേറെ പ്രൊഫഷണൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും വളരെയേറെ ഹാൻഡിയായ ഒതുക്കമുള്ള ഡിസൈനാണ് വീഡിയോ അസിസ്റ്റ് 4Kയുടേത്. ഇതൊരു മെറ്റൽ സർഫസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലും താഴത്തുമുള്ള മൗണ്ടിംഗ് പോയിന്റ്സ് കാരണം ഇതെവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ സാധിക്കും. വീഡിയോ അസിസ്റ്റ് 4Kയ്ക്ക് ഫുൾ സൈസ് 6G SDIയും HDMI 2.0 ഇൻ ആൻഡ് ഔട്ട് കണക്ടിവിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ ട്രിഗറിങ്ങിനായി ലിങ്ക് കണക്ഷൻസിനുള്ള ഓപ്ഷൻസുമുണ്ട്. ഹെഡ്ഫോൺ മോണിറ്ററിങ്ങിനായി 3.5-inch ഓഡിയോ ഔട്ട്പുട്ടുമുണ്ട്. 2 SD കാർഡ് സ്ലോട്ട്സ് പോലെ 2 LPE6 ബാറ്ററി പ്ലേസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസും വീഡിയോ അസിസ്റ്റിലുണ്ട്. അറ്റ് എ ടൈം ഒരു ബാറ്ററിയിൽ നിന്ന് മാത്രമേ ചാർജ് ഉപയോഗിക്കൂ.
അതിനാൽ റെക്കോർഡിങ്ങിനിടെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഒരു ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കും. വളരെ വൈഡറായ വ്യൂയിങ് ആംഗിൾസും ഈസിയായ ടച്ച് സ്ക്രീൻ കൺട്രോൾസുമാണ് വീഡിയോ അസിസ്റ്റിൻ്റേത്. പ്രോറസും DNX HDയുടെയും എല്ലാ ഫ്ലേവേഴ്സും ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ അസിസ്റ്റ് 4Kയിൽ ഒരു ബിൽറ്റ് ഇൻ സ്പീക്കറും ഉണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി UHS 2 കാർഡ്സ് ഇതിൻ്റെ റെക്കോർഡിങ്ങിനായി ഉപയോഗിക്കാൻ സാധിക്കും. UHS 2 കാർഡുകൾക്ക് 300 Mbps വരെ സ്പീഡ് ലഭിക്കുന്നുണ്ട്. Blackmagic വീഡിയോ അസിസ്റ്റിൽ റെക്കോർഡിംഗ് വളരെ ഈസിയാണ്. ബാറ്ററി കണക്ട് ചെയ്യുക, കേബിൾ പ്ലഗ് ചെയ്യുക, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇത് ഇൻപുട്ട് സെലക്ട് ചെയ്യും. വീഡിയോ അസിസ്റ്റ് 4Kയിൽ റെക്കോർഡിംഗ് ചെയ്യുന്ന ഫയൽസ് എഡിറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഒരു കൺവേർഷനും കൂടാതെ റെക്കോർഡഡ് ഫയൽ ഡയറക്റ്റ് കാർഡിൽ നിന്ന് തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ Blackmagic വീഡിയോ അസിസ്റ്റ് 12G റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ SDI ഇൻപുട്ട്സ് 12G ആണ്. അത് മാത്രമല്ല, പ്രോറസിൻ്റെയും DNX HDയുടെയും കൂടെ Blackmagic റോ ഫോർമാറ്റും ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ ഗാഡ്ജറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സിനിമാ സെലൂണുമായി ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സിനിമാ സെലൂൺ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.